തയ്യാറാക്കുന്നത് പച്ചത്തേങ്ങ അരച്ച് തയ്യാറാക്കാവുന്ന ഒരു കടല മസാലയാണ്. ഇതിനായി 8 മണിക്കൂർ കുതിർത്ത് വെച്ച വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഈ കടല ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 വിസിൽ വരെ ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്താണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല കൂടി തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു 6-7 വെളുത്തുള്ളിയും ഒരു 2 പീസ് ഇഞ്ചിയും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ രീതിയിലൊന്ന് ചതച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള സവാളയും പച്ചമുളകും തക്കാളിയും അരിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായ ശേഷം അതിലേക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. പച്ചമണം ഒന്ന് മാറിയ ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് ചേർത്ത ശേഷം കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്ന ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറിയ ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു കുഴമ്പ് പരുവത്തിനാക്കി എടുക്കുകയും വേണം. നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇതിൽ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത ഓയിലെല്ലാം ഒന്ന് തെളിഞ്ഞ് വരും. ആ ഒരു പരുവം വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ തക്കാളി എന്തെങ്കിലും ഉടനെ ചേരാത്തതായിട്ടുണ്ടെങ്കിൽ ഒന്ന് തവി കൊണ്ട് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ മസാല എല്ലാം കടലയിലൊന്ന് പിടിച്ച് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. വെള്ളം ആവശ്യത്തിനുള്ളത് ഈ കടല വേവിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ചേർക്കാനായി കുറച്ച് പച്ചത്തേങ്ങ കൂടി അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 പീസ് അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ അരച്ചെടുത്ത ഈ തേങ്ങ കൂടി ഇനി ഈ കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് കുറുകിയ ഒരു പരുവത്തിനാണ് വാങ്ങി വെക്കേണ്ടതായിട്ടുള്ളത്. ഉപ്പ് കുറവായതിനാൽ ഞാൻ ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടിയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു കുറുകിയ പരുവത്തിന് വേണം ഈ കടല മസാല തയ്യാറാക്കി എടുക്കുന്നതിന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് കൂടി താളിച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായ ശേഷം അതിലേക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയ ശേഷം കറിവേപ്പിലയും ചുവന്നുള്ളിയും ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ച് ചേർക്കാം. ഞാൻ ഇനി ഇതിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. കൂടുതൽ എരിവ് ആവശ്യമുണ്ടെങ്കിൽ വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കടുക് താളിച്ചതൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. 2-3 മിനിറ്റിന് ശേഷം ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ വളരെ രുചികരമായ കടല മസാല തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ കൂടെ ഒരു കോമ്പിനേഷനായി കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അധികം എരിവൊന്നും ചേർക്കാതെ തയ്യാറാക്കുകയാണെങ്കിൽ ഇത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. കടലയൊക്കെ കഴിക്കാൻ വളരെ മടിയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ വളരെയധികം ഇഷ്ടത്തോടുകൂടി കഴിക്കുകയും ചെയ്യും. എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്